everyone. അപ്പോൾ ഇന്ന് മിസ് പറയാൻ പോകുന്നത് സിങ്ക്രോണസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീൻസിനകത്ത് വരുന്ന യൂണിവേഴ്സൽ മോട്ടർ എന്നുള്ള ഒരു പോർഷനാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. മിക്കവാറും ക്വസ്റ്റൻ പേപ്പറിൽ നിങ്ങൾക്ക് ഷെയ്ഡഡ് പോളർ, സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്, യൂണിവേഴ്സൽ മോട്ടോഴ്സ് ഒക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പാർട്ട് ബിയിൽ എസ്സേയിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആയിട്ടാണ് കാണാറുള്ളത്. അപ്പോൾ ഓൾറെഡി ഞാൻ യൂണിവേഴ്സൽ മോട്ടോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ഷെയ്ഡഡ് പോളും സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടറും കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോഴ്സിന്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഞാനിവിടെ നോട്ട്സ് എഴുതിയിട്ടുണ്ട്, എന്നിട്ട് ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. വേറൊരു 2 ടൈപ്പ് ഓഫ് നോട്ടുകളാണ് ഞാൻ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടും ഒരു എസ്സേ ആയിട്ട് ഡിഫറൻസ് ബേസിസ് ആയിട്ടാണ് നോട്ട്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നത് ഡിഫറൻസ് AC അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളത്, DC അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളത്, അങ്ങനെയാണ് നോട്ട്സ് ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അല്ല പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടുള്ള DC സീരീസ് മോട്ടറിന്റെ ബേസിസിൽ എക്സ്പ്ലനേഷൻ വേണം എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ചാനലിലേക്ക് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ചാനലിൽ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഈ നോട്ട്സ് അപ്ഡേറ്റ് ചെയ്യുള്ളൂ, കുറച്ച് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇട്ടാൽ ഞാൻ നോട്ട്സ് തരാം ഈ യൂണിവേഴ്സൽ മോട്ടറിന്റെ. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ്, വാട്ട് ഈസ് യൂണിവേഴ്സൽ മോട്ടോഴ്സ്? ഞാൻ ഓൾറെഡി പല മെഷീൻസ് സ്പെഷ്യലി ഇൻ ദ സിമ്മിനകത്ത്, സിങ്ക്രോണസ് ഇൻഡക്ഷൻ മെഷീൻസിനകത്തും ഓൾട്ടർനേറ്ററിനകത്തും ഒക്കെ ഒരുപാട് എക്സ്പ്ലനേഷൻസ് തരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് യൂണിവേഴ്സൽ മോട്ടർ എന്നൊരു ഡിവൈസ് ഉണ്ട്. യൂണിവേഴ്സൽ എന്ന് പറയാനുള്ള റീസൺ തന്നെ അത് AC-യിലും DC-യിലും റണ്ണിങ് ആണ്. വിച്ച് മീൻസ് ഈവൻ നമ്മൾ AC സപ്ലൈ ഒരു സീരീസ് മോട്ടറിനകത്ത്, ഒരു DC സീരീസ് മോട്ടറിനകത്ത് AC സപ്ലൈ കൊടുത്താലും അത് റൺ ചെയ്യും, അല്ലെങ്കിൽ ഒരു AC സീരീസ് മോട്ടറിലേക്ക് DC സപ്ലൈ കൊടുത്താലും അത് റൺ ചെയ്യും. യൂണി ഡിറക്ഷണൽ ടോർക്കിൽ അത് റൺ ചെയ്യും. യൂണി ഡിറക്ഷണൽ, സിംഗിൾ, ഒരേ ഡയറക്ഷനിലുള്ള ടോർക്കിൽ ഈ മോട്ടർ അല്ലെങ്കിൽ ഈ ഒരു മെഷീൻ റൺ ചെയ്യും. അതുകൊണ്ടാണ്, അപ്പൊ DC-യിലും AC-യിലും റൺ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കിട്ടിയോ? അപ്പൊ ഇനി അതെങ്ങനെയാണ് AC സപ്ലൈ കൊടുക്കുമ്പോൾ എങ്ങനെ മെഷീൻ റൺ ചെയ്യും, DC സപ്ലൈ കൊടുക്കുമ്പോൾ എങ്ങനെ റൺ ചെയ്യും എന്നുള്ളതാണ്. DC സീരീസ് മോട്ടർ എനിക്ക് തോന്നുന്നു ഞാൻ DC മെഷീൻസിനകത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടാവും. ഐ എം നോട്ട് റിമെമ്പർ ക്ലിയർലി. ചെക്ക് ചെയ്യണം. അപ്പൊ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ, ഞാൻ നോക്കാം, പ്ലേലിസ്റ്റ് ഒന്ന് നോക്കാം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷെ പല പ്രാവശ്യം പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ് ഈ DC സീരീസ് മോട്ടർ ഒക്കെ. അപ്പോൾ DC സീരീസ് മോട്ടറിൽ നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോഴത്തേനും ടോർക്ക് ഒരു ഡിറക്ഷൻ, അതുപോലെ തന്നെ ആ മെഷീൻ ഒരു AC സപ്ലൈ കൊടുത്താലും യൂണി ഡിറക്ഷണൽ ടോർക്കിൽ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ടോർക്ക് ഡെവലപ്പിംഗ് ഓർ ദ ടോർക്ക് റണ്ണിങ് ഇൻ ദി യൂണി ഡിറക്ഷൻ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇനി ഞാൻ ഈ നോട്ട്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കി, നോട്ട്സ് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങൾ നോക്കിക്കോണേ. These motors are capable of running under DC and AC power supply. അതാണ് മിസ് പറഞ്ഞത്. യൂണിവേഴ്സൽ മോട്ടർ എന്ന നെയിം കിട്ടാനുള്ള റീസൺ തന്നെ എന്താണ്? DC സീരീസ് മോട്ടറിൽ AC സപ്ലൈ കൊടുത്താലും അത് റൺ ചെയ്യും എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ DC AC സപ്ലൈയിൽ റൺ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറയുന്നത്. ദിസ് യൂണിക് ഫീച്ചർ മേക്സ് ദം പ്രിഫറബിൾ ഫോർ മെനി ആപ്ലിക്കേഷൻസ്. ഇത് ഒരുപാട് ആപ്ലിക്കേഷൻസ് യൂണിവേഴ്സൽ മോട്ടോഴ്സിനെ പറയുന്നുണ്ട്. ഇലക്ട്രിക് സ്വീങ് മെഷീൻ, അതായത് ഈ സ്റ്റിച്ച് ചെയ്യുന്ന മെഷീൻ ഉണ്ടല്ലോ, അത്, വാക്വം ക്ലീനേഴ്സ്, പിന്നെ ഡ്രില്ല്, ഇങ്ങനെ ഒരുപാട് മെഷീൻസ് യൂണിവേഴ്സൽ മോട്ടോഴ്സിൽ റൺ ചെയ്യുന്നുണ്ട്. സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, പ്രിഫർ ഫോർ മെനി ആപ്ലിക്കേഷൻ. ദെൻ എ യൂണിവേഴ്സൽ മോട്ടർ ഈസ് എ സ്പെഷ്യലി കൺസ്ട്രക്റ്റഡ് DC സീരീസ് മോട്ടർ. ഒരു സ്പെഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള DC സീരീസ് മോട്ടറിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറയുന്നത്. ബിക്കോസ് ആ ഒരു DC സീരീസ് മോട്ടറിൽ AC സപ്ലൈ നമുക്ക് കൊടുക്കാം. AC സപ്ലൈ കൊടുത്താലും എന്താവും, അത് യൂണി ഡിറക്ഷനിൽ റൺ ചെയ്യും. ഓക്കെ ആണോ? സോ നോക്കിക്കോ, വെൻ കണക്റ്റഡ് ടു എ DC പവർ സോഴ്സ്, ഒരു DC പവർ സോഴ്സിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വർക്ക്സ് ലൈക്ക് എ DC മോട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്മ്യൂട്ടേറ്റർ റിംഗ്. DC മോട്ടർ ആയിട്ട് കമ്മ്യൂട്ടേറ്റർ റിംഗ്സിന്റെ ഹെൽപ്പോട് കൂടി DC മോട്ടർ ആയിട്ട് റൺ ചെയ്യും. കമ്മ്യൂട്ടേറ്റർ റിംഗ് ആകുമ്പോൾ തന്നെ നമുക്കറിയാം യൂണി ഡിറക്ഷണൽ കറണ്ട് മെയ്ഡ് ടു ഫ്ലോ ടുവേർഡ്സ് ദ ലെഫ്റ്റ് ആൻഡ് ദ റൈറ്റ് സൈഡ്. എങ്ങനെ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ആ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിനെ ബേസ് ചെയ്തുകൊണ്ട് കമ്മ്യൂട്ടേറ്റർ റിംഗ്സ് ഉപയോഗിച്ച് കമ്മ്യൂട്ടേറ്റർ റിംഗ്സിന്റെ ഹെൽപ്പോട് കൂടി ഈ ഒരു DC സീരീസ് മോട്ടർ എന്ത് ചെയ്യും? ടുവേർഡ്സ് ദ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും യൂണി ഡിറക്ഷനായിട്ട്
ഫ്ലോ ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് യൂണിഡിറക്ഷണൽ കറണ്ട് is made to flow towards the left and the right side of the coil. Thus the torque action is always unidirectional and rotor rotates to continues to rotate. അപ്പോൾ ടോർക്ക് യൂണിഡിറക്ഷൻ ആയിരിക്കും, പിന്നെ റോട്ടർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് നമ്മളൊരു DC പവർ സപ്ലൈ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നത്. ദെൻ വെൻ ദ സെയിം മോട്ടർ ഈസ് കണക്റ്റഡ് ടു AC പവർ സപ്ലൈ, ആ സെയിം മെഷീൻ നമ്മൾ AC പവർ സപ്ലൈയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സിൻസ് ദ ഫീൽഡ് കോയിൽ ആൻഡ് ദ റോട്ടർ കോയിൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഇതൊരു DC സീരീസ് മോട്ടറാണ്, അതിലേക്ക് നമ്മൾ AC സപ്ലൈ കൊടുക്കുകയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, സിൻസ് ദ ഫീൽഡ് കോയിൽ ആൻഡ് ദ റോട്ടർ കോയിൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആയിട്ട് ഫീൽഡ് കോയിലും റോട്ടർ കോയിലും കണക്ട് ചെയ്യുമ്പോൾ ദ സെയിം ഫേസ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് പാസ് ത്രൂ ദം ഓൾവേസ്, സെയിം ഫേസിലുള്ള ഒരേ ഡിറക്ഷനിലുള്ള കറണ്ട് തന്നെയാണ് അതിൽ കൂടി പാസ് ചെയ്യുന്നത്. ഇൻ ദിസ് കേസ് ദ ഇലക്ട്രിസിറ്റി ഫ്ലോ ടുവേർഡ്സ് ദ റൈറ്റ് ആൻഡ് ദ ലെഫ്റ്റ് പാർട്ട് ഓഫ് ദ കോയിൽ ഇസ് നെവർ യൂണിഡിറക്ഷണൽ. അപ്പോൾ എന്താണ്, നമ്മുടെ ഇലക്ട്രിസിറ്റി ടുവേർഡ്സ് ദ ലെഫ്റ്റ് കോയിൽ കൂടിയും റൈറ്റ് കോയിലിൽ കൂടിയും പോകുന്ന കറണ്ട്, റൈറ്റ് സൈഡ് ആൻഡ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കോയിൽ ഇസ് നെവർ യൂണിഡിറക്ഷണൽ, അത് കറണ്ട് യൂണിഡിറക്ഷൻ ആവില്ല. ബട്ട് അലോങ് വിത്ത് ദ ചേഞ്ച് ഇൻ ഡിറക്ഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച് അനുസരിച്ച് ദിസ് കറണ്ട് ആൻഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓൾസോ ചേഞ്ചസ്, അല്ലേ. കറണ്ട് ചേഞ്ച് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കറണ്ടിൻ്റെ ഫ്ലോ ചേഞ്ച് ആയി കഴിഞ്ഞാൽ അവിടെ കറണ്ടും ചേഞ്ച് ആയി, കറസ്പോണ്ടിങ് ഡെവലപ്പ് ആവുന്ന മാഗ്നറ്റിക് ഫ്ലക്സും ചേഞ്ച് ആവുമല്ലോടാ. അതാണ് ദിസ് കറണ്ട് ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓൾസോ ചേഞ്ചസ് ആസ് ദ സെയിം ഇലക്ട്രിസിറ്റി ഫ്ലോ ത്രൂ ദ ഫീൽഡ്. അപ്പോൾ but along with the change in the direction, this current flows magnetic also changes as the same electricity flow through the field and the rotor coil. Field kude rotor coil kude same current flow ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യും, direction of magnetic flux change ചെയ്യും, current change ചെയ്യും, and it would not be the unidirectional. This means the torque is always unidirectional. അപ്പോൾ എന്താണ്, ടോർക്ക് യൂണിഡിറക്ഷൻ ആവും, പക്ഷേ കറണ്ട് യൂണിഡിറക്ഷൻ അല്ല. ഇൻ ദിസ് കേസ് ദ ഇലക്ട്രിസിറ്റി ഫ്ലോ ത്രൂ ദ ലെഫ്റ്റ് ആൻഡ് ദ റൈറ്റ് പാർട്ട് ഓഫ് ദ കോയിൽ നെവർ യൂണിഡിറക്ഷൻ, അല്ലേ. കറണ്ട്, ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ട് സപ്ലൈ, ഇലക്ട്രിസിറ്റി ഫ്ലോ എന്ന് പറയുന്നത് റൈറ്റ് പാർട്ടിൽ കൂടെയും ലെഫ്റ്റ് പാർട്ടിൽ കൂടെയും യൂണിഡിറക്ഷൻ ആവില്ല. ബട്ട് എലോങ് വിത്ത് ദ ചേഞ്ച് ഇൻ ഡിറക്ഷൻ, ഈ കറണ്ടിൻ്റെ ചേഞ്ചിനനുസരിച്ച് കറണ്ടിൻ്റെ ഡിറക്ഷനും മാഗ്നറ്റിക് ഫ്ലക്സും ചേഞ്ച് ആവും. അത് ഇത്രയും ചേഞ്ച് ആകുമ്പോൾ ത്രൂ ഏതിൽ കൂടിയാണ്, ഫീൽഡിൽ കൂടിയോ റോട്ടറിൽ കൂടിയോ ഉള്ളത് ചേഞ്ച് ആവുമ്പോൾ ടോർക്ക് യൂണിഡിറക്ഷൻ ആവും. ഓക്കെ, ഇറസ്പെക്റ്റീവ് ഓഫ് സ്പീഡ് ഓഫ് റോട്ടർ ആൻഡ് ഫ്രീക്വൻസി ഓഫ് സപ്ലൈ ദ ടോർക്ക് ആക്ഷൻ ഈസ് ഓൾവേസ് യൂണിഡിറക്ഷണൽ. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് സ്പീഡ് ഓഫ് ദ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡോ അല്ലെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആവും എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് നമ്മൾ കൊടുക്കുന്ന സപ്ലൈയുടെ ഫ്രീക്വൻസി ചേഞ്ച് ആയാലും ടോർക്കിൻ്റെ ആക്ഷൻ എപ്പോഴും എന്ത് തന്നെയാണ്, യൂണിഡിറക്ഷണൽ ആണ്. ആസ് എ റിസൾട്ട് ദ റോട്ടർ വിൽ കണ്ടിന്യൂ ടു റൊട്ടേറ്റ് ഇഫ് ദ പവർ സപ്ലൈ ഈസ് AC. അങ്ങനെ പവർ സപ്ലൈ AC ആണെങ്കിൽ റോട്ടർ എന്ത് ചെയ്യും, ഒരു യൂണിഡിറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇനി ഇതിനകത്ത് കുറച്ചുകൂടി ഒരു ചെറിയ പാരഗ്രാഫും കൂടി ഉണ്ട്, അതും കൂടി എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. നമ്മൾ പറഞ്ഞു നിർത്തിയത് കറണ്ടും ചേഞ്ച് ആവും, ഫ്ലക്സും ചേഞ്ച് ആവും, പക്ഷേ ടോർക്ക് ഈസ് ഇൻ ദി യൂണിവേഴ്സൽ ഡിറക്ഷൻ ഓർ ദ സെയിം ഡിറക്ഷൻ എന്ന് പറഞ്ഞു. അതിൻ്റെ ബാക്കി കുറച്ചുകൂടി ഉണ്ടെന്ന് പറഞ്ഞു, അതാണ് ഈ എഴുതിയിട്ടുള്ളത്. ഞാൻ ആ DC സീരീസ് മോട്ടറിൻ്റെ ഓപ്പറേഷനാണ് മായ്ച്ചിട്ടുള്ളത്. ആ ഫ്രണ്ടിലെ ഒരു ചെറിയ 2-3 സെൻറ്റൻസ് ഇൻട്രൊഡക്ഷനും DC സീരീസ് മോട്ടറിൻ്റെതും മായ്ച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം അവിടെ ഉണ്ട്. എന്നിട്ട് ഞാൻ ഇത്ര എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് എഴുതിയെടുക്കണേ. If an ordinary DC motor is connected to AC supply, ഒരു സാധാരണ DC മോട്ടർ നമ്മൾ AC സപ്ലൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് നീഡ് സം മോഡിഫിക്കേഷൻസ്, അല്ലേ. അതിന് എന്തായാലും കുറച്ച് മോഡിഫിക്കേഷൻസ് ആവശ്യം വരും. കാരണം ഒരു സാധാരണ DC മോട്ടറിന് AC സപ്ലൈ കൊടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഓൾറെഡി യൂണിവേഴ്സൽ മോട്ടർ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞത് ഒരു DC സീരീസ് മോട്ടർ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു സാധാരണ DC മോട്ടർ എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുകൊണ്ടാണ് മോഡിഫിക്കേഷൻസ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞത്. ക്ലിയർ ആയോ? ദെൻ സിൻസ് ദ AC പവർ പ്രൊഡ്യൂസസ് ദ ഫ്ലക്ച്വേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, അല്ലേ. AC പവർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇറ്റ് വുഡ് ഫ്ലക്ച്വേറ്റ്. അപ്പോഴാണ് നമ്മൾ ഫിൽട്ടറൊക്കെ ഉപയോഗിക്കുന്നു പറഞ്ഞ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. AC power produces the fluctuating magnetic field. Eddy current loss in the core would be
വെരി മച്ച് മോർ അല്ലേ. ഒരു ഡി സി സീരീസ് മോട്ടറിലേക്ക് നമ്മൾ എ സി സപ്ലൈ കൊടുത്തു. എ സി കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ആവും. ആ ഫ്ലക്സ് എക്സിസ്റ്റിങ്ങിൻ്റെ വെയർ ടു എക്സിസ്റ്റ്, അത് കോറിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്, ആ ഡിവൈസിൻ്റെ കോറിലായിരിക്കും. അപ്പോൾ ആ എഡി കറണ്ട്, ആ ഫ്ലക്സ് എഡി കറണ്ട് ആയിട്ട് കോറിൽ എക്സിസ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കോറിനെ കൂടുതൽ ലാമിനേറ്റഡ് ആക്കും. എന്തിനാണ്? ടു റെഡ്യൂസ് ദിസ് എഡി കറണ്ട് ലോസ്. ആ എഡി കറണ്ട് ലോസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാമിനേഷൻ പ്രൊവൈഡ് ചെയ്യും ഇൻ ദ കോർ ഓഫ് ദ യൂണിവേഴ്സൽ മോട്ടർ. അതാണ് ഈ എഴുതി വെച്ചിട്ടുള്ളത്. സിൻസ് ദ എ സി പവർ പ്രൊഡ്യൂസേഴ്സ് ദ ഫ്ലക്ച്വേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, എഡി കറണ്ട് ലോസ് ഇൻ ദ കോർ വിൽ ബി ലാർജ്. ഫോർ ദിസ് റീസൺ ദ കോർ വിൽ ബി ലാമിനേറ്റഡ് ഫോർ യൂണിവേഴ്സൽ മോട്ടർ. അപ്പോൾ യൂണിവേഴ്സൽ മോട്ടറിനെ നമ്മൾ കോർ ലാമിനേറ്റ് ചെയ്യും. ഡ്യൂറിങ് എ സി ഓപ്പറേഷൻ ദ ട്രാൻസ്ഫോമർ ആക്ഷൻ ഇൻഡ്യൂസസ് ദ EMF and it makes sparking at the brush contact. Thus the brush contacts are high resistive in universal motor. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മളിപ്പോൾ EMF അല്ലെങ്കിൽ എഡി കറണ്ട് പ്രൊഡ്യൂസ് ആവുമെന്ന് പറഞ്ഞു. ഡി സി മോട്ടറിന് എ സി സപ്ലൈ കൊടുക്കുമ്പോൾ എഡി കറണ്ട് കോറിൽ പ്രൊഡ്യൂസ് ആവുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു പോയിന്റ് ആണ് ബ്രഷിൻ്റെ കോണ്ടാക്ട്സിൽ എന്തൊക്കർ ചെയ്യും, സ്പാർക്കിംഗ് ഒക്കർ ചെയ്യും എന്ന് പറഞ്ഞു. ബ്രഷ് കോണ്ടാക്ട്, അതായത് ബ്രഷിൽ നിന്ന് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിലോട്ട് പോവുകയാണ് അല്ലേ മോട്ടോഴ്സ്. അപ്പോൾ ബ്രഷിൽ നിന്ന് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിലോട്ട് കോണ്ടാക്ട് പോകുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്? സ്പാർക്കിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ സ്പാർക്കിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായിരിക്കും, കോണ്ടാക്ട്സ് എല്ലാം, ബ്രഷ് കോണ്ടാക്ട്സ് എല്ലാം ഹൈലി റെസിസ്റ്റീവ് ആയിട്ടാണ് യൂണിവേഴ്സൽ മോട്ടോഴ്സ് നമുക്ക് മാർക്കറ്റിൽ ഇറങ്ങുന്നത് തന്നെ. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ചെയ്ത ഒരു ഡിവൈസാണ് മാർക്കറ്റിൽ ഇറങ്ങുന്നത്. അല്ലാതെ നമ്മൾ മേടിച്ചിട്ട് നമ്മളൊരു യൂണിവേഴ്സൽ മോട്ടർ വാങ്ങിച്ചിട്ട് പിന്നെ അതിനെ കോണ്ടാക്ട് ബ്രഷിനെ എന്ത് ചെയ്യുന്നു, റെസിസ്റ്റീവ് ആക്കുന്നു, അല്ലെങ്കിൽ എഡി കറണ്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ലാമിനേറ്റ്, അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഇതെല്ലാം ചെയ്തിട്ടുള്ളത് തന്നെയാണ് മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡി സി സീരീസ് മോട്ടർ അല്ലെങ്കിൽ എ സി സീരീസ് മോട്ടർ എന്ന് പറയുന്ന യൂണിവേഴ്സൽ മോട്ടേഴ്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു പിക്ചർ ഈ വീഡിയോയിൽ കൊടുത്തേക്കാം കേട്ടോ. സോ ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യാൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്തോ, ഞാൻ ആൻസർ ചെയ്ത് തരാം. Then thank you.